ഹലോ ആ വാസുമോനെ ആ മുച്ചിരിയുടെ വാപ്പാ. മുച്ചിരിന്റെ അവിടെ മുച്ചിരി ഇല്ല, വന്നിട്ടില്ല. കൊടുക്ക പോയേ അവനെ ഞാൻ അങ്ങനെ കാണാറേ ഇല്ല. എന്തപ്പോ ഒരു ചെറിയൊക്കെ എന്തൊക്കെ പ്രശ്നത്തിലാണെന്നറിയോ മുച്ചിരിയുടെ വാപ്പേ? എന്തേ പ്രശ്നം പറഞ്ഞോളി. മൊത്തത്തിൽ പ്രശ്നമാ. എന്താണ് അവനെ കൊണ്ട് പ്രശ്നം, അവന്റെ വാപ്പയെ കൊണ്ട് പ്രശ്നം. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. ഞാൻ ഇപ്പൊ എന്താ അതാ കണ്ണും കാണണില്ലേ നായിക്കൊന്നും. ഞാനിപ്പോ ഇങ്ങക്ക് എന്ത് തുലിമാണ്ടാക്കിയത് എന്നെ കൊണ്ട് പ്രശ്നം ഉണ്ടാകാന്? ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ച് മുച്ചിരിയെ പറ്റി തിരിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടല്ലേ? അങ്ങനെ ഞാൻ ഇത് വിളിച്ചണ എന്തിനാണെന്നില്ല നിങ്ങക്ക് അറിയില്ലല്ലോ. എന്തിനാ വിളിച്ചത്? നമുക്കിന് ഇന്നലെ 18 വയസ്സായിക്കണ്. ഓ, 18 വയസ്സായവന്. ഇനി അവന് ഇഷ്ടമുള്ളവരോട് ജീവിക്കാം അവന്. അതല്ലല്ലോ ഇപ്പൊ വിഷയം. അപ്പൊ അതല്ല, പിന്നെ ഓനെ കൊണ്ട് കണ്ട് സുന്നത്തയച്ചണം. ഹലോ ആസുവാനെ, ഹലോ. അല്ല അവിടെ ഉണ്ടോ? ഒടുക്ക പോയി പോണത് ഇടക്കിടക്ക്? ഞാണ്ട് വരാ, ഞാൻ ഇവിടെ എത്തിക്കണ്. പെരയുണ്ടോ? പെരയിലുണ്ടോ? അല്ല ഓനെ കൊണ്ടേക്കാണ്ട് സുന്നത്ത് അയപ്പിച്ചണം. ഇനിയിപ്പോ 18 വയസ്സായില്ലേ? അതൊക്കെ നിങ്ങളുടെ കാര്യങ്ങളാ. നമുക്കതിൽ എതിർപ്പൊന്നുമില്ല. അതിന് എതിർപ്പിന്റെതല്ല പറയണത്. പിന്നെ ഓനൊന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചണെങ്കിൽ നിങ്ങൾ പറഞ്ഞാലപ്പോ കേക്കുള്ളൂ. ഞാൻ അവനെ എന്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യും? ഓനെ ചെറുപ്പത്തിലായി ചെയ്തിട്ടില്ലേ. അപ്പൊ ഇനിയിപ്പോ വെച്ചോണ്ടിരിക്കാൻ പറ്റൂലല്ലോ. ഇനിയിപ്പോ 10-18 വയസ്സായാലും ഇനിയിപ്പോ ഒരു പെണ്ണൊക്കെ കെട്ടണമെങ്കിൽ ഞാൻ എന്തായാലും സംസാരിച്ച് നോക്കാം. എന്തായാലും ഉച്ചയുടെ വാപ്പ വാ, നമുക്ക് ഇവിടെ നേരിട്ട് കണ്ട് സംസാരിക്കാം. പോട്ടെ, ഞാതാ പെരന്റെ മുമ്പില്. ഹലോ അണ്ണാ, ബാപ്പല്ലേ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഒന്നുമല്ല, ഫേക്ക് എന്ന് പറഞ്ഞു. എടാ ഞാനിപ്പോ വരാമേ ബോബി. മുച്ചിരിയുടെ വാപ്പ എന്നോട് വന്നേ. ഉപ്പൊന്നുമില്ല, പോറാ. എന്തൊക്കെ ക്യാരക്ടേഴ്സ് എവിടുന്നൊക്കെയാ വരുന്നത് അല്ലേ ഗൈസ്? ഫേക്കാന്ന് പറഞ്ഞത് ഫേക്കാന്ന്. മറ്റേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഫസ്റ്റ് സ്റ്റേജ് പോലും പാസ്സായില്ല, കോടതിക്ക് പോലും എത്തിയില്ല. പോലീസുകാർ തന്നെ പറഞ്ഞു ഇത് ഫേക്കാന്ന്. കാരണം എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് അല്ല, ഒന്നും കറക്റ്റ് അല്ല. ആള് കൊടുത്ത എല്ലാം ഫേക്കാ സർട്ടിഫിക്കറ്റ്. ചന്ദ്ര ഇങ്ങോട്ട് വന്നേ. ചന്ദ്ര ഇങ്ങോട്ട് വന്നേ. ചന്ദ്ര, ഇത് മുച്ചിറിയുടെ വാപ്പ. ഫേക്ക് ഒറിജിനൽ അല്ലേ ഇവന്? എടാ മുച്ചിറിയുടെ വാപ്പയ്ക്ക് അവനിപ്പോ ഇന്നലെ 18 വയസ്സായല്ലോ. ചന്ദ്ര കേക്ക് പറയണ കേക്ക്. മുച്ചിറിക്ക് ഇന്നലെ 18 വയസ്സായല്ലോ. അപ്പൊ വാപ്പയ്ക്ക് ഇവനെ സുന്നത്ത് ചെയ്യിപ്പിക്കണമെന്നൊരു ആഗ്രഹം. അന്റെ ഓൾറെഡി സുന്നത്താക്കിയല്ലോ നോക്ക്. ക്വാർട്ടർ സുന്നത്ത്, ഹാഫ് സുന്നത്തിന് എന്നാ അർത്ഥം? വായിൽ വെക്കാനൊക്കെ എന്തൊക്കെ പറയണം എനിക്കറിഞ്ഞൂടെ. മുച്ചിറിയുടെ വാപ്പ അവന്റെ സുന്നത്ത് കഴിഞ്ഞതാണ് ഓൾറെഡി പറയണേ. അത് ഞാൻ കാര്യം പറയട്ടെ, ഇത് മറ്റേ ഒസാനല്ല ചെയ്തത്, ഇത് വേറൊരു ഗ്യാങ് ആണ് ചെയ്തത്. ഒരു ഗ്യാങ്ങും ഇല്ല, ക്വാർട്ടർ ഓൾറെഡി ആയി. ഹാഫും ഫുള്ളൊന്നും ഇല്ല ഇനി സുന്നത്തിന്. ക്വാർട്ടർ മാത്രമേ ഉള്ളൂ മോനെ. വാപ്പയാണോ മോനെന്ന് വിളിക്കണേ? പറയുന്നേക്ക അണ്ണാ. ശരി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എവന്റെ വാപ്പ എന്ന് പറയുന്ന എവന്റെ ഫുൾ പേരെന്താ? അത് ചാറ്റ് ചെയ്യുമ്പോ കാണുന്നില്ലേ ട്വിറ്ററില്? ഞാൻ ഫേമസ് അല്ലേ നിങ്ങൾ അവനെ ഇട്ടിട്ട് പോലുള്ള കാര്യം എന്താണ്?
ഞാൻ ഇട്ടിട്ട് പോയതല്ലല്ലോ ചന്ദ്ര. ഞാൻ അവിടെ കൊന്നയാന്ന് എന്റെ ഉപ്പനെ, പിന്നെ എന്താ ഇയാള് പറയുന്നത്? വാസുമോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. യവൻ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോ പറഞ്ഞെന്ന് പറഞ്ഞ യവൻ അവന്റെ ഉപ്പേരെ കൊന്നെന്ന് പറഞ്ഞ്. പിന്നെ യവന് ഫുഡും ഡ്രസ്സൊക്കെ ഞങ്ങളൊക്കെയാണ് വാങ്ങിച്ചു കൊടുക്കണേ. പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ അവന്റെ ഗ്യാങ്ങിൽ കയറ്റിയത്. അതിന്റെ കഥ തന്നെയാണ് ഞാൻ വാസുമോനോട് പറഞ്ഞെടുത്തത്. പറ. 4ാം വയസ്സിൽ ഞാൻ ഗൾഫിൽ പോയതാണ്. അപ്പൊ യവൻ കൊന്നെന്ന് ഓനെ നോക്കാൻ പറ്റിയിട്ടില്ല. പോലീസ് സ്റ്റേഷൻ പോവാ, കത്തി കുത്തി ബാറ്റിംഗ് കുത്തി. ക്രിമിനലായി പുള്ളിനെ തന്തേന്ന് വിളിയ പ്രശ്നം തീരുവല്ലോ. എടാ ഞങ്ങൾ പലരും ഇവിടെ അച്ഛനില്ലാതെ വിഷമിക്കുന്നുണ്ടോ? നിനക്ക് ഒരു അച്ഛന് ഒരാള് വന്ന് തന്ത മന്ദാരണ്ടേ മുച്ചിറി നീ എടാ അങ്ങേറെ മുഖത്തെ വിഷമം നോക്കണം മുച്ചിറി. എത്ര നാളായിട്ട് അതൊരു ഫേക്ക് ആണെങ്കിൽ ഇത്രയും നാള് നിന്റെ പുറകെ നടക്കൂടാ. ആ ഫോട്ടോ കാണിച്ചു കൊടുത്താ പോലീസ് സ്റ്റേഷൻ പോയതിനു വെച്ചാൽ ഇന്നാളെ കാണുന്ന കണ്ടിട്ടില്ല എന്നോട്. നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഒത്തിരി വട്ടം നിന്റെ വാപ്പ എന്നെ വിളിക്കുമായിരുന്നു. അന്നാ അന്ന് ഒന്ന് ഫോൺ എടുത്ത് നോക്ക്. ആള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കൊടുത്തത് ഈ സർട്ടിഫിക്കറ്റ് അന്ന് ഒന്ന് നോക്കിയേ. നീ സർട്ടിഫിക്കറ്റ് ഒക്കെ മനുഷ്യനുണ്ടാക്കുന്നത്. അതെ. ശരി നാളെ ഞങ്ങള് ഒരു DNA അറേഞ്ച് ചെയ്യാം ഹോസ്പിറ്റലിൽ. പാസ് ആവുന്നില്ല ഇയാള് കൊടുത്ത സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞെങ്കിൽ. എങ്ങാനും നിന്റെ ഓനിപ്പോ 18 വയസ്സായില്ലേ? വാപ്പാന്റെ അടിയൊക്കെ ആയില്ലേ? മുച്ചിരി ലാസ്റ്റ് ഇപ്പൊ തെളിഞ്ഞാ തന്നെ നീ ഇപ്പൊ തെളിയൂല അത്ര കൺഫർമേഷൻ തന്തേനാ കൊന്ന അത്ര തെളിവ് ഇത്ര ഇത് നമുക്ക് 3ാമത്തെ വയസ്സിനെ കൊന്ന നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 3ാമത്തെ വയസ്സിൽ 5ാമത്തെ വയസ്സിൽ 3ാമത്തെ വയസ്സിനൊക്കെ എഡിറ്റ് പെടുക്കാനുള്ള ആംബിയർ നിനക്ക് ഉണ്ടാവില്ല. നീ അങ്കില്ലാണ്ടാവൂലല്ലോ ചന്ദ്രു. നിനക്ക് എക്സ്ട്രാ വണ്ടി ഉണ്ടോ? നിനക്ക് കത്തി ബേറ്റൊക്കെ അങ്ങ് കുത്തി. 3ാം വയസ്സില് കൊന്നു പറയും. അതിപ്പോ ആരാ പോയി? 3ാമത്തെ വയസ്സിൽ എങ്ങനെ കൊല്ലും? 3ാം വയസ്സിൽ അങ്ങനെ ഒരു കളി വേറെ അവിടെ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. പെരിയില് കിടന്നത്. അത് ഞാൻ എന്ത് പറയാനാ, എനിക്ക് ഇത്രയല്ല പറ്റുള്ളൂ. എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ? ഞാൻ അവന്റെ അടുത്ത് അവനെ നിർബന്ധിച്ച് നിങ്ങളെ വാപ്പാന്ന് വിളിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞപ്പോ അതല്ല മനസ്സിലായിട്ടില്ല മാസൂന്. ഞാൻ പറഞ്ഞെന്താന്നല്ല മാസൂന് മനസ്സിലായിട്ടില്ല. അല്ല എനിക്ക് ഇവനോട് പറയാനല്ല പറ്റുള്ളൂ. അതല്ലാന്ന്. പിന്നെ 3ാം വയസ്സിലോ വാപ്പാനെ കൊന്നു എന്ന് പറയുന്നു. അതിപ്പോ ഏതാ ഞാൻ അറിയാത്തൊരു വാപ്പ? അങ്ങനെ ഒരു കളി അവിടെ നടന്നീനി. അപ്പൊ അതിന്റെ അടിയില് നിങ്ങളുടെ കുടുംബ പ്രശ്നമൊക്കെ ഞാൻ എങ്ങനെ തീർക്കും? ഇതിപ്പോ മോനോടുള്ള സംശയം, ഇനി നിങ്ങൾക്ക് പെണ്ണുപിള്ളയോട് സംശയം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അതെ കലന്ത്രാജി നിങ്ങളമ്മ മരിച്ചു തീർന്നില്ലേ? ഫുഡ് കഴിക്കാതെ ബോധം കെട്ടിയാണ് കുഴപ്പമൊന്നുമില്ല. ഈ വള്ളത്തിലൊന്ന് മുക്കിയെടുത്താ മതിയോ? ബോധം പോയത് ഇപ്പൊ എന്താ ചെജ്ജ പറഞ്ഞ മാതിരി ഒന്ന് കൊണ്ടേക്കാണ്ട്. അല്ല വാപ്പയായിട്ട് ഇപ്പൊ ഓനെ അംഗീകരിച്ചാൽ കജൂലെങ്കിൽ വേണ്ട. നമുക്കിപ്പോ അതില് സങ്കടമൊന്നുമില്ല. ഓനിപ്പോ നമ്മളൊക്കെ ഓനിപ്പോ ഈ പ്രായമൊക്കെ ആകണ്ടിയല്ലേ? അപ്പം കാര്യങ്ങളൊക്കെ ഓന്റെ കാര്യങ്ങൾ തീരുമാനിച്ചാൻ അയക്കണെന്നുണ്ടെങ്കിൽ ഓൻ തന്നെ തീരുമാനിച്ചിട്ട്. ഒരു അടി അറിയാണ്ട് അടിച്ചപ്പോ ചത്ത് എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ ഓന്റെ കാര്യങ്ങള് ഓൻ തീരുമാനിച്ചാൻ അയക്കണമെങ്കിൽ ഒന്ന് തീരുമാനിച്ചോട്ടെ. അല്ല വാസന ഞാൻ ഡൗട്ട് വെക്കട്ടെ. ഗ്യാങ് സ്റ്റാർട്ട് ആണെങ്കിൽ ലോയൽറ്റി പോയിന്റ് കുറയത്തുള്ളൂ. അണ്ണ എല്ലായിടത്തും പറഞ്ഞ് വ്യക്തമാക്കി കൊടുത്തേ. എടാ ടീം കില്ല് ചെയ്യേണ്ട ആളിയാ ചില്ലണ്ട. അത് അറിയാണ്ട് തട്ടിയപ്പോ ചത്തയാ ഒരു ലൈഫ് കുറവായിരുന്നു. എന്തായാലും നമുക്ക് തീരുമാനം ഉണ്ടാക്കാം വാപ്പ, പൂച്ചയുടെ വാപ്പ. അല്ല ഓൻ പറയുന്ന മാതിരി നടന്നോട്ടപ്പഞ്ഞ്. ഇനിയിപ്പോ ഏതാ ഞാൻ പറഞ്ഞപ്പോ മാസം ഒന്ന് കാര്യത്തിൽ എടുക്കണം. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു വെച്ചാണ്ട് ഓനിപ്പോ ഇടങ്ങാറാവണ്ട. കാരണം ഇജൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി ഓന്. 18 വയസ്സായില്ലേ? ചജ്ജണം. ഇല്ല ഇങ്ങനെ ഒരു മോനാണ് നിർബന്ധമാണ്. ഇത്രയും പറഞ്ഞില്ല, തള്ളി പറഞ്ഞല്ലേ? അല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ചന്ദ്രുമോനെ, ഓനിപ്പോ എന്നെ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ വേണ്ട. കാരണം സ്ഥാനത്തായിട്ട് അപ്പന്റെ സ്ഥാനത്ത് നിന്നിട്ട് വാസുമോൻ നടത്തി കൊടുത്താ മതി. നിങ്ങൾക്ക് മോനായിട്ട് എന്നാതെയാ? നമ്മക്കിപ്പോ അതൊക്കെ നിങ്ങളെ കുടുംബത്തിലെ നമുക്ക് ഇപ്പൊ വാസുമോനാണെങ്കിൽ തന്തയില്ല, എനിക്കാണെങ്കിൽ അച്ഛനില്ല, അറിയില്ല. ഞങ്ങൾ അനാഥ. സോറി അതിനൊക്കെ വരുന്നത് ഞങ്ങൾ അനാഥരാണ്. ഞങ്ങൾ
അതെ ഞങ്ങൾ അനാഥരായിട്ട് ജനിച്ച് വളർന്നതാണ്. അപ്പൊ ഞങ്ങക്ക് എന്ന് പറഞ്ഞാ അച്ഛാന്ന് വിളിക്കാൻ കൊതിയാണ് സത്യം പറഞ്ഞ ആരേലും. എവനൊക്കെ കിട്ടിയതിന്റെ കൂടുതൽ അതിന്റെ അഹങ്കാരം. നിങ്ങള് വാപ്പാന്ന് വിളിച്ചോളി, കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ കുടുംബത്തിലുള്ള എല്ലാരും ഇപ്പൊ ഇപ്പൊ എല്ലാരും എന്റെ മക്കളെ മാതിരി തന്നെയാണ്. അല്ല വാസണ്ണ ആസുണ്ട് അവിടെ. ആസിനെ മകനായിട്ട് കാണാൻ കൂടില്ല. കാരണം ഞാനും അവനും ഒരു ബെഞ്ചിൽ കുത്തിർന്ന് പഠിച്ചതാ. ആരാ ആശുപത്രി ഇവരൊരുമിച്ച് പഠിച്ചതാ. നല്ല പ്രായമുണ്ട്. ആശി നല്ല നമ്മള് കണ്ടാ പറയല ആശി ഇത്ര പ്രായമുള്ള ഒരു മനുഷ്യനാണെന്ന്. അത് നിങ്ങക്ക് തോന്നായിട്ടാണ്. ഞാനും ഓനൊക്കെ ഒരു ബെഞ്ചിൽ കുത്തിർന്ന് പഠിച്ചതാ. ഓനൊക്കെ 4ാം ക്ലാസ്സിൽ മറ്റേ ഞാനും ഓനൊക്കെ പഠിച്ച സമയത്ത് മറ്റേ ഇന്റർവെല്ലിന്റെ സമയത്ത് ഓൻ ടൗസർ കൂടെ തൂറി പാഞ്ഞിക്കണ്. അറിയ നിങ്ങക്ക് അന്ന് ആ കഥയൊന്നും നിങ്ങക്ക് അറിയില്ലല്ലോ ഇവിടെ. ഞങ്ങളെ രണ്ടാളും മറ്റേ സീനിയർ മറ്റേ മെന്നി. സീരിയർ ആയിരുന്നല്ലേ നിങ്ങടെ? ആ മെന്നിന്റെ ലൈനേനി മറ്റേ അമ്മായി. ഏത് കേവലുണ്ടായിരുന്നല്ലേ ഒരു അമ്മായി. പണ്ടത്തെ ആൾക്കാരൊക്കെ എന്തായാലും വാപ്പ വിഷമിക്കണ്ട. നമുക്ക് ഇവനെ എങ്ങനെയും പറഞ്ഞ സുന്നത്തിന്റെ കാര്യത്തിൽ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാം. അത് എന്തായാലും ചെയ്ത് കൊടുക്കണം. മറ്റേ വാപ്പല്ലെങ്കിലും വേണ്ടില്ല, അതെന്തായാലും ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് സെറ്റാക്കാം. ഞാൻ പോയിട്ട് വരണേ. പോകെ അണ്ണ ഓൾറെഡി ക്വാർട്ടർ കഴിഞ്ഞാ ഇനി ഓഫ് ആക്കണ സുന്നത്ത്. ഈ ക്വാർട്ടർ എങ്ങനെ കഴിഞ്ഞ ഉച്ചിരി? ക്വാർട്ടർ എന്ന് പറയുമ്പോ ക്വാർട്ടറായി മനസ്സിലായാ? അതെങ്ങനെ നിങ്ങളെല്ലാം ഉണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞുതരവാ. അല്ല സ്റ്റീവൻ കോച്ച് വെളിയിലോട്ട് പറഞ്ഞ ഞാൻ വെളിയിലുണ്ടാവേ. ഓ അതെ 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 അതെ. 2 ഗേൾഫ്രണ്ട് ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ 2 പേരെ നോക്കി അത്യാവശ്യം ചെലവൊക്കെ. കലന്തർ ഹാജി ഒരാളെ നോക്കാനുള്ള എണ്ണം തന്നിരുന്നെങ്കി പെർമിഷൻ തള്ളിക്കോട്ടെ ഞാൻ. പിന്നെ അടിച്ചു കൂടി കുഴിച്ചിട്ട് ഈ വെള്ളത്തിലാണ് അണ്ണ ആച്ചി. അണ്ണ ഇങ്ങനെ ഞാൻ പോയിട്ട് വരാം. ബൈ 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 എല്ലാവർക്കും പോയിട്ട് വരാം. നമുക്ക് വേറൊരു ദിവസം വിശദമായിട്ടൊന്ന് കാണണം. കാര്യങ്ങൾ വേറെ സംസാരിച്ചാണ്ട്.